കാലം കുറേ ആയി ഫിഷിങ്ങിന് പോയിട്ട് ഇന്ന് വീണ്ടും ഞങ്ങൾ കാഫിയിലേക്ക് വന്നിട്ടാണ്. കുറേ ട്രിപ്പുകൾ ഞങ്ങളുടെ ക്യാൻസലായി വെതർ കാരണം. ഇന്ന് നല്ലൊരു വെതറാണ്. കാഫിയിൽ സ്നാപ്പർ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക. വെതർ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, കടലും വലിയ കുഴപ്പമില്ല. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ മീനയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾ 3 പേരുണ്ട്. 30 സ്നാപ്പറിനെ 2-3 മണിക്കൂറിനുള്ളിൽ പിടിക്കുന്നതായിരിക്കും. എന്ന് പറയാൻ ഇന്ന് കിടക്കും ബോട്ടിലായിരുന്നു ഞങ്ങൾ പോയത് അല്ലേ? ചില ആൾ കുറവായിരിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം. 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 പിന്നെയും പറയും നമസ്കാരം. നമസ്കാരം. ഹെൻഡേഴ്സൺ ശശി ഇതാ കയറി വരുന്നത്. ജിൻസ് പറഞ്ഞതിന് തന്നെ നമ്മൾ കുറേ നാളത്തെ ശേഷമാണ് ഒരു ഫിഷിങ്ങിന് ഇപ്പം പോകുന്നത്. കുറേ ട്രിപ്പ് നമ്മുടെ ക്യാൻസലായി വെതർ കാരണം. ഇന്നും ക്ലൗഡിയാണ്. ഈ ഒരു ട്രിപ്പ് തന്നെ ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഞങ്ങൾക്ക് സെറ്റായി കിട്ടിയത്. ഇന്നും വലിയ ക്രൗഡഡല്ല, കാരണം ക്ലൈമറ്റ് കാരണമായിരിക്കും ആൾക്കാർ വളരെ കുറവാണെന്നും. അതാ പറഞ്ഞ വെയിറ്റ് ചേർത്തേക്ക് കണ്ടില്ലേ? സ്ക്വിഡ്, ബൊനീറ്റോ, അവർക്ക് ഇഷ്ടമുള്ളടത്തോടെ സൂപ്പർ മാർക്കറ്റ് ആക്കിയേക്കുന്നത് ചൂണ്ട. ഇനി അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. പിന്നെ ക്ലൗഡിയാ. നമ്മളിന്ന് വലുതായിട്ട് ഉൾക്കടലിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ഒരു 1/4 മണിക്കൂർ യാത്രയുള്ളൂ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വരെ. വന്നപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി സ്ട്രൈക്ക് കിട്ടുന്നതൊക്കെ നല്ല സൈസ് സ്നാപ്പറാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പം കിട്ടിയത് തന്നെ നല്ല അടിപൊളി ഒരു സ്നാപ്പറാണ്, കുഴപ്പമില്ല. കയ്യെ കൂടെ ഹുക്കൊന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ മീനെ പിടിച്ച് കയറ്റുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഹുക്ക് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല സ്നാപ്പറാണ്. ഇതിനെ കൂടുതലും നമുക്ക് കറിയേക്കാൾ നല്ലത് ഫ്രൈയോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ആരും കൂടുതലും അതാണ് ചെയ്യുന്നത്. സിമോന് നല്ല അടിപൊളി 2 എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നിന്ന് അപ്പച്ചൻ നല്ല അടിപൊളി എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ വെറും കുഞ്ഞുങ്ങളാണ്. കാഫിയിലൊരു പ്രത്യേകത ഇതാണ്, ഇവിടെ കിട്ടുന്നതൊക്കെ നല്ല എമൗണ്ടൻ സ്നാപ്പറുകളായിരിക്കും. ഇവിടെ നമുക്ക് പത്തണത്തിനെ വെച്ചെടുക്കാവുന്നതുകൊണ്ടും നമുക്കതൊരു ഗുണമാണ്. കാരണം ഇത്രയും ട്രാവൽ ചെയ്തതെന്ന് പറഞ്ഞാലും കിട്ടുന്ന 10 എന്ന് പറയുന്നത് നല്ല മുഴുത്ത സ്നാപ്പറാണ്. കൂടുതൽ ഇതിനെ നമ്മൾ ഫില്ലറ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ. ചൂണ്ട വെള്ളത്തിലോട്ട് ഇടേണ്ട താമസമേ ഉള്ളൂ, അപ്പം തന്നെ നല്ല സ്ട്രൈക്കാണ് കിട്ടുന്നത്. ഇത് നല്ല ആക്ടിവിറ്റി ഉള്ള ദിവസമാണ്. ആ കൂട്ടത്തിൽ തന്നെ ജിൻസ് നല്ല അടിപൊളി ഒരു സ്നാപ്പർ. അച്ഛൻ എനിക്ക് തോന്നുന്നു ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലുതാണിത്. അച്ഛൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ 2 മണിക്കൂറും കൊണ്ട് മീൻ പിടിച്ചിട്ട് തിരിച്ച് കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ 3 ചില്ലി മീൻ നിറച്ച് ഞങ്ങളുടെ കോട്ടയനുസരിച്ച് മീനെ പിടിക്കാൻ പറ്റി വട്ടം. ഈ ബോട്ടുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലയൊന്നിന് 10 എണ്ണം എത്രയും പെട്ടെന്ന് പിടിക്കുക, നേരെ തിരിച്ച് കരയിൽ പോകുക. അതാണ് അവരുടെ ഒരു രീതി. ഇവിടെ ഐസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗുണമായി. കാരണം ഓക്ലൻഡ് വരെ ചെല്ലുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ മീൻ ചെത്തായിക്കോ. അങ്ങനെ വണ്ടിക്കകത്തോട്ട് ഞങ്ങൾ ചില്ലിവനൊക്കെ നിറച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി അവിടെ അടുത്ത് വാഷ്റൂമൊക്കെ ഉണ്ട്. അവിടെ വന്നൊന്ന് ഫ്രഷായി. പിന്നെ ഇതിനോട് തൊട്ട് തന്നെ ഒരു കഫറ്റേറിയമുണ്ട്. അവിടെ പോയി അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. വലിയ മണ്ട മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നട്ട്ബാറൊക്കെ കഴിച്ച് പോയ എനർജി വീണ്ടും എടുത്തോണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ അടുത്ത് എൻ്റെ ടീച്ചർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റം പറ്റില്ലല്ലോ, കഴിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അടുത്തോട്ട് അത് കിട്ടത്തില്ല. ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. സാൻഡ്വിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ഇതുവരെ ഇങ്ങനെ തൊട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇച്ചിരി രുചിയുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്.
ഇത് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം അറിയാവോ? പിന്നെ? ഞാനൊന്നും വിശ്വസിക്കത്തില്ല. എന്നെ ഒരു കുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്നലെ ഭാര്യ പ്രത്യേകം കുറ്റമൊന്നും പറഞ്ഞേക്കരുത്, ഞാൻ ഉണ്ടാക്കിയതാ, അല്ല എന്നാ പറഞ്ഞ ഭാര്യ ഉണ്ടാക്കുന്ന വളരെ നല്ല സാൻഡ്വിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് പുകഴ്ത്തിയതാ, ഫോണിൽ കൂടെ പറയും സ്വന്തം ഭാര്യനെ. എല്ലാം കഴിഞ്ഞിട്ട് ടിജോ ഇരുന്ന് സാമിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജിൻസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ? ഇനി ബാക്കിയുണ്ടോ? ഇനി ബാക്കിയില്ല, ഇത്രേ ഉള്ളൂ. ഐസ്ക്രീം തിന്നുമ്പോ മീൻപിടുത്തം കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട വണ്ടിയെ കയറി. അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ കര പറ്റട്ടെ, ഇതുവരെ ഈ കരക്ക് കയറിയില്ല. വീട്ടിലേക്ക് പോവാണ്. ഇതുവരെ അവൻ കരക്ക് കയറിയില്ല. ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പോട്ടെ. കഥയൊക്കെ പറഞ്ഞ ഹലോ